ഞങ്ങളിതേ കുറ്റിച്ചിറയ്ക്ക് നിന്ന് അഷ്ടമിശ്ര വരെ പോവാണ് കേട്ടോ. ആ പകുതിക്ക് വെച്ചതേ ചാലക്കുടിയിൽ വെച്ച് ആഷിലിനെയും സുജൻ്റെ ഫ്രണ്ട് ആഷിലിനെയും ജാസ്മിനെയും കണ്ടായിരുന്നു. അവർ ബ്ലോക്കിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ആ പകുതിക്ക് വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ട് അങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡ് ഒതുക്കി നിൽക്കുകയാണ് കേട്ടോ. ഇത് ഹണി ഗ്രേപ്പാണ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അവർ കഴിച്ചിട്ട് സൂപ്പറായെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ ഒരു തവണ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കാരണം ആ ഒരു ഓർമ്മയിലായിട്ട് ഞാൻ ഇതന്നെ ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിത് ശുണ്ടുവിന് കൊടുത്തു കേട്ടോ. ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല, കാരണം ആളങ്ങനെ ജ്യൂസ് കുടിക്കൽ കുറവാണ്. അപ്പോൾ ആൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് റോഡ് സൈഡിലൊന്ന് വണ്ടി ഒതുക്കി നിന്നു. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അഷ്ടമിശ്രയ്ക്ക് പോയത് കേട്ടോ. പിന്നെ കറണ്ട് AC ഒരു കംപ്ലയിൻറ്റ് വന്ന കാരണം അതും കൂടി കാട്ടിയിട്ടാണ് ഞാൻ അഷ്ടമിശ്രയ്ക്ക് പോയത്. അഷ്ടമിശ്രയ്ക്ക് പോവാണ്. ഒരു വർഷത്തിന് ശേഷം വീട്ടുകാരെ കാണാൻ പോണൊരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടെ ആഷിലുണ്ട്, ജാസ്മിനുണ്ട്. അതിൽ വേറെ ആവശ്യത്തിന് വന്നതാണ് ബ്ലോക്കിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവരോട് വെച്ച് കണ്ടു. അപ്പോൾ ഞങ്ങളുടെ ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. കാണേണ്ട ത്രില്ലിലാണ്. എൻ്റെ ചേട്ടൻ്റെ പിള്ളേർ, അച്ഛനും അമ്മേനെയും ചേട്ടനെയും ചേച്ചിനെ കാണുന്ന ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളിത് അഷ്ടമിശ്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അഷ്ടമിശ്ര എത്താറായി. ഞാനിങ്ങനെ കുറേ നാൾക്ക് ശേഷമാണല്ലോ പോണത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ പറയാതെ പോണതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് ഞാനിപ്പോൾ. അങ്ങനെ നമ്മളിത് അഷ്ടമിശ്ര ജംഗ്ഷൻ എത്തി കേട്ടോ. അവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാൻ ഈ വഴിയൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള വഴികളൊക്കെ അല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിൽക്കാൻ വരുമ്പോഴും ഇതിൽ കൂടെ ഒക്കെ എപ്പോഴും നടക്കാറുണ്ട്, ജംഗ്ഷനിൽ വരാറുണ്ട്. ശരിക്കും ഒരു 8 മാസത്തെ ഗ്യാപ്പുള്ളൂ. എന്നാൽ കൂടി നമുക്ക് കുറച്ച് മാസം കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷമല്ലേ. ഞാൻ ഇപ്പോൾ വീട്ടിൽ ചേച്ചിയോടും ചേട്ടനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന കാര്യം. കാരണം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് എത്തണമെന്നുണ്ടായിരുന്നു. അത് കാരണം ചേച്ചിയോടും ചേട്ടനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന കാര്യം. അപ്പോൾ അവരിത് എന്നെ റോട്ടിൽ നിൽക്കുന്നുണ്ട്. ചേച്ചി ചേട്ടനും മാത്രമേ നിന്നിരുന്നുള്ളൂ. അതുകൊണ്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ചേട്ടൻ്റെ 2 മക്കൾക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ വന്ന് നിന്ന് അപ്പം തന്നെ ചേട്ടൻ്റെ മോനും ഓടിയെത്തിയിട്ടാണ്. സംശയം തോന്നിന്റെ ആന്റി ഉണ്ടായിട്ടുള്ളൂ. ആ കാറിന്റെ വെളിച്ചം കണ്ടു കുഞ്ഞ് വരുന്ന പ്രതീക്ഷ. അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഞാൻ അതില്ലേ വീഡിയോ കൊണ്ടുപോവാ. അതില്ലേ ഓഫാക്കിയിട്ടുള്ള ഞാൻ അച്ഛൻ കിടക്കണ റൂമിൽ കിടക്കുക. ഇങ്ങോട്ട് ഇവിടെ തുറന്നിട്ടോളത് സാരംഗത്ത് വന്നാ ഞാനേ കഴിഞ്ഞ
അപ്പൊ സാരംഗൊക്കെ എന്തിയെ ശരിയാണോ ശരി 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 വന്നു 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 ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ചെറിയ ഗിഫ്റ്റ് ആണോ? തുണിക്ക് ഇഷ്ടമുള്ളത് കയർ തുണിയൊക്കെ കൊടുത്തേക്ക്. എനിക്കാ മാമന് ആന്റിക്കുണ്ടാ? അതത് മാമന് കൊടുക്കാൻ. ആ മാമന് ഈ മോതിരം മാമ അന്ന് കളഞ്ഞത് ഇട്ട് തരൂ. എഡിറ്റ് ചെയ്തോളാം. താങ്ക് യു ചിലു. Every night out. Paradise seems so far away. Still try to buy myself some time to get me to that place. ഇതാണ് അനുവിന്ദ. ഹായ് പറയ അനുവിന്ദ. ശ്രീകുട്ടി ഹായ് പറയ്. നമ്മുടെ യൂട്യൂബിൽ വരുന്നതാണ്. ചേട്ടൻ Every night. ചേച്ചി Paradise seems so far away. Still try to buy myself some time. എല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട്. All I want is you. Staying up till we want to. Tell you what, I bet that we could see it new. I wanna let you go, nothing to do. Let's go all I want is I just want you under the lights. I just want you when it's my time. I just want you breaking my stride. I just want you. I wanna let you go. ഹലോ അപ്പൊ നമ്മൾ അനുവും ശ്രീകുട്ടിയും നമുക്ക് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ നമുക്ക് അപ്പൊ ഒരാൾ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് എന്താണ്. കുട്ടി വ്ളോഗർ ചിലു. മിഠായി കേട്ടോ. ഓക്കെ കേട്ടോ. ചുണ്ട് 20 വരെ എന്നെ 1
പിന്നെ ഇതേ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ബിരിയാണിയും ചിക്കനൊക്കെയാണ് കേട്ടോ ഫുഡിന്. ഇതെല്ലാം ഞങ്ങളുടെ ചേട്ടന്മാരുടെ മക്കളാണ്, എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ മക്കളാണ് കേട്ടോ. ഇവരെല്ലാവരും റിലേറ്റീവ്സാണ്. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഇവരെല്ലാവരും ക്ഷണിക്കാറുണ്ട് കേട്ടോ. അവരുടെ വീട്ടിലെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും, അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ എല്ലാവരും ആദ്യം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായതൊരു തിരക്കിൽ അങ്ങനെ എല്ലാവരും ബിസിയാണ്. ഹലോ ഗൈസ്, ഞങ്ങളിത് ഇവിടെ രാത്രി 11-12 ഞങ്ങൾ കിടന്നിട്ടില്ല കേട്ടോ. ഞങ്ങളിത് ഇവിടെ എല്ലാവരും ഞങ്ങൾ ചിക്കനൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇത് പഴയ വീടാണ് ഇതിട്ടത്. ഞങ്ങളുടെ പഴയ വീടിന് അപ്പം അതിന് പണ്ടത്തെ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. ചീലും ചുണ്ടും കൂടി ഭയങ്കര കളിയിലാണ് കേട്ടോ. ചുണ്ടു മിക്കതും അവൾ പിന്നെ നടക്കാണ്ട്, അവൾ എടുത്തോണ്ടൊക്കെ നടന്ന് അവളുടെ കൂടെ ഫുൾ ടൈം കളിയായിരുന്നു. ഇന്നത് വൈകിട്ട് ചിലുവിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഇവിടെ ചക്കാമ്പറമ്പ് അമ്പലത്തിൽ. ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഒരു ടീമിൻ്റെ പേര് കേട്ടൗൺ എന്നാണ് കേട്ടോ. അവിടെ ചെറിയൊരു ടീമാണ്. അപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോകണം. ഞങ്ങളിത് ഉച്ചയ്ക്ക് ഞങ്ങൾ 4 പേരായിട്ട് ഫുഡ് കഴിക്കാനിരുന്നത്. കാരണം ചേട്ടനും ചേച്ചിക്കും ജോലിയുള്ള കാരണം അവർ പോയായിരുന്നു. കാരണം ഞങ്ങൾ പറയാണ്ടുള്ള വന്നത്, കാരണം ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ജോലിക്ക് പോയായിരുന്നു. ഞങ്ങൾ 4 പേരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനായിരുന്നു. അച്ഛനും അമ്മയും അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിച്ച് കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങളിത് അവരുടെ പരിപാടി കാണാനായിട്ട് അവിടെ ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ. അവൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു ചുണ്ടു. അങ്ങനെ ഞങ്ങളിത് അവരുടെ പ്രോഗ്രാമൊക്കെ കണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ചിലുവിൻ്റെ something far over, and I bet that we could find a way closer.